നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 അസാമിലും ഒറ്റഘട്ടമായി തന്നെയാണ് കേരളത്തിലേതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ 98 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ബാക്കിയുള്ള 28 സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇക്കുറി BJPയുടെ ഭരണ തുടർച്ച അതുണ്ടാകില്ല എന്ന് അടിവരയിട്ട് പറയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ അവതരിക്കുന്നത് ഗൗരവ് ഗൊഗോയിയാണ്. അദ്ദേഹം ജോർഹാട്ട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ 6000-ലേറെ വോട്ടുകൾക്ക് BJP ജയിച്ച മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തരുൺ ഗൊഗോയ്ക്ക് 10,000-ലേറെ വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. എന്നാൽ നിയമസഭയിൽ ഇതിനേക്കാൾ മെച്ചമായ ഭൂരിപക്ഷത്തോടെ താനും തൻ്റെ പാർട്ടിയും ജയിച്ച് അധികാരത്തിലേക്ക് വരുമെന്ന് വളരെ വ്യക്തമായി തന്നെ ആശങ്കയൊന്നും തന്നെ കൂടാതെ പറഞ്ഞിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാകുന്നത് 64 സീറ്റുകളാണ് എന്നിരിക്കെ കഴിഞ്ഞ തവണത്തെ പോരാട്ട രീതി അത് മാറ്റി പിടിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകും എന്നത് അവർക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റായി മാറും. AIUDF വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്യുന്നതും തൃണമൂൽ കോൺഗ്രസിലെ 20ഓളം സ്ഥാനാർത്ഥികൾ വിലങ്ങുതടിയാകുന്നതും ഒക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചോദിക്കുമ്പോൾ പറയുന്നത് അതൊന്നും ഇത്തവണ ജനങ്ങൾ കണക്കിലെടുക്കില്ല. ജനങ്ങൾ സംതൃപ്തരായി നിൽക്കണം. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അസാമിൽ നിന്നും പലായനം ചെയ്തു പോകുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയെ ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ്. അത്രയധികം കൊടൂര മനസ്സിൻ്റെ ഉടമയാണ്. വലിയ രീതിയിൽ വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പല നേതാക്കളുണ്ട്. മണിപ്പൂർ കലാപം എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അത് അസാമിനെ പോലുള്ള ഒരു സംസ്ഥാനത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ BJP അധികാരത്തിന് പുറത്താകണമെന്ന ഒരൊറ്റ തീരുമാനം മാത്രമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നും അത് നടപ്പിലാക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നും ഗൗരവ് ഗൊഗോയ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, തരുൺ ഗൊഗോയ് 15 കൊല്ലം തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടത്. കഴിഞ്ഞ 10 കൊല്ലമായുള്ള BJPയുടെ ദുർഭരണം അസാമിലെ എല്ലാ മേഖലകളിലും അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. സർവേ പോളുകളൊന്നും തന്നെ വിശ്വസിക്കേണ്ട എന്നാണ് ഗൗരവ് ഗൊഗോയ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേ പോളുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ BJPക്ക് കിട്ടുമെന്ന് കരുതി പറഞ്ഞതെല്ലാം ഒടുവിൽ തിരുത്തപ്പെടുകയാണ് ചെയ്തത്. വോട്ട് ഷെയറിൽ കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ സാഹചര്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. സീറ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ്സിന് താരതമ്യേന സീറ്റുകൾ കുറവായിരുന്നെങ്കിൽ പോലും അവിടെ വലിയ രീതിയിലുള്ള നേട്ടം വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 10.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ധൂബ്രി മണ്ഡലത്തിൽ അവിടെ റാക്കിബുൾ ഹുസൈൻ നേടിയെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഇത്തവണ ആ ആത്മവിശ്വാസം 10 ഇരട്ടിയോളമാക്കിക്കൊണ്ട് കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്.